കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു. ലോകം ജീവിതം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷിതരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്ത് ചില പ്രത്യേക വ്യക്തികളെ തിരഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ ദൂത് പങ്കുവയ്ക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ പകരപ്പെടുന്ന നിമിഷങ്ങളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങൾ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ സ്വർഗത്തെ അനുസരിക്കുവാനുള്ള, പരിശുദ്ധ അമ്മയെ അനുസരിക്കുവാനുള്ള ഒരു താല്പര്യവും ദൈവിക കാര്യങ്ങളോടുള്ള ഒരു വിധേയത്വമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. കാരണം പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ദൈവമാണ്. ദൈവം അയച്ച ദൈവത്തിൻ്റെ സന്ദേശവാഹകയെ നമ്മൾ സന്തോഷത്തോടെ ശ്രവിക്കുമ്പോൾ ദൈവം അവിടെ മഹത്വപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയെ ഉൾക്കൊള്ളുന്ന മക്കൾ ദൈവത്തെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. കാരണം അമ്മയുടെ വാക്കുകളല്ല അമ്മ പങ്കുവയ്ക്കുന്നത്, ദൈവം അമ്മയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ദൈവത്തിന് ലഭിച്ച വാക്കുകളാണ് അമ്മ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ശുശ്രൂഷ നമ്മൾ ശ്രവിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുകയും ദൈവിക സംവിധാനങ്ങളോട് സഹകരിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങൾ എന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കഞ്ചിക്കോട്ട് റാണി ചേച്ചിക്ക് പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, നിങ്ങൾ സഭയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കണമെന്നുള്ള സന്ദേശം. ഇന്ന് നമുക്ക് ചുറ്റും മുഴങ്ങുന്ന സന്ദേശങ്ങൾ, ഇല്ല നമ്മൾ ശ്രവിക്കുന്ന കാര്യങ്ങൾ സഭ ശരിയല്ല, സഭ സംവിധാനങ്ങളും സഭാ നേതൃത്വമൊന്നും ശരിയല്ല. അതുകൊണ്ട് എല്ലായിടത്തും എല്ലാവർക്കും തെറ്റുപറ്റിയിരിക്കുകയാണ് എന്നുള്ള തെറ്റായ സന്ദേശങ്ങളാണ് ഇന്ന് ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സന്ദേശങ്ങൾ പലപ്പോഴും നമ്മുടെ അടുത്തും എത്താറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്ന ചിന്ത ഇതാണ്, ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പണ്ടത്തെ പോലെയല്ല സഭ. സഭയും സഭാ നേതൃത്വമൊക്കെ ഒരുപാട് തിന്മയിലൂടെയും തെറ്റായ പ്രബോധനങ്ങളിലൂടെയും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വളരെ വികലമായ തെറ്റായ ചിന്തകൾ സാത്താൻ ഈ കാലഘട്ടത്തിൽ വിതച്ചിരിക്കുകയാണ്. ഇത് തിന്മയുടെ പ്രവർത്തനമാണ്. സഭ 2000 വർഷമായി പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുകയാണ്. യേശുക്രിസ്തുവാണ് സഭയുടെ ശിരസ്, അതിലൊരു മാറ്റമില്ല. കർത്താവായ യേശുക്രിസ്തു സഭയുടെ ശിരസാണെങ്കിൽ സഭ തകർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കില്ല. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ചില സഭാ സംവിധാനങ്ങളിൽ ഇല്ല ചില സഭാ നേതൃത്വങ്ങളിൽ ചിലപ്പോൾ ചില പോരായ്മകളോ ചില പാളിച്ചകളോ കണ്ടെന്നിരിക്കാം. അത് മാനുഷികമായ ബലഹീനത മൂലം കടന്നു വരുന്നതാണ്. എന്നാൽ സഭയെന്നുള്ളത് ദൈവിക സംവിധാനമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, സഭയെ അനുസരിക്കണം, സഭയോട് വിധേയത്വത്തോടു കൂടി നിങ്ങൾ ജീവിക്കണം. സഭാ സംവിധാനങ്ങളെ
സന്തോഷത്തോടു കൂടി നിങ്ങൾ സ്വീകരിക്കണം. ഇത് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളാണ്. കാരണം സാത്താൻ സഭയെ തകർക്കുവാൻ തെറ്റായ ചിന്തകളും തെറ്റായ ബോധ്യങ്ങളും മനുഷ്യർക്ക് നൽകി സഭയിൽ നിന്ന് അനേകരെ അടർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ സാത്താൻ പ്രത്യേകിച്ചും ക്രൈസ്തവ മക്കളുടെ ഹൃദയത്തിൽ നൽകുവാൻ ഇല്ലെങ്കിൽ നടുവാൻ പരിശ്രമിക്കുന്ന ഒരു വിഷവിത്താണ് സഭാവിരോധം. സഭ ശരിയല്ല, സഭാധികാരികൾ ശരിയല്ല, സഭയിലൊന്നും ശരിയല്ല എന്നുള്ള ചിന്തകളിലൂടെ സഭാവിരോധമാണ് ഇന്ന് ലോകമെമ്പാടും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. തിന്മയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന അനേകര് ഇന്ന് ലോകത്തുണ്ട്. സോഷ്യൽ മീഡിയ ചിലപ്പോൾ സഭയുടെ സത്യസന്ധമായ മുഖത്തെ അവർ വികലമായി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക. ഇതൊന്നും സഭയ്ക്കൊരു പ്രശ്നമല്ല. നമുക്കറിയാം, പൗലോസ്ലീഹ സാവൂളായിരുന്ന സമയത്ത് സഭയെ പീഡിപ്പിച്ചപ്പോൾ കർത്താവ് സാവൂളിനോട് ചോദിച്ചു, സാവൂൾ നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് ആപത്താണ്. സാവൂളെ പീഡിപ്പിച്ചത് സഭയെയാണ്. സാവൂൾ എതിർത്തത് ദൈവിക പദ്ധതികളെയാണ്. അതുകൊണ്ട് കർത്താവ് പറയുക, ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. സഭയെ പല രീതിയിലും വികലമായി കാണിക്കുന്നതും സഭയെ മനുഷ്യന് മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് പ്രദർശിപ്പിക്കുന്നതും സഭയ്ക്ക് വിപരീതമായി സഭയുടെ സത്യസന്ധമായ മുഖത്തെ വികലമായി കാണിക്കുന്ന ചില സംഘടിതമായ ഗ്രൂപ്പുകൾ, വ്യക്തികൾ ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുമ്പോൾ ഇന്ന് കർത്താവിൻ്റെ സന്ദേശം അവരോട് പറയുന്നത് ഇപ്രകാരമാ, നീ ഇരുമ്പാണിയിലാണ് തൊഴിക്കുന്നത്. ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് മനസ്സിലാകും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാ, മക്കളെ, ഇപ്രകാരമുള്ളവരുടെ തെറ്റായ പ്രചരണങ്ങൾക്ക് പുറകെ നിങ്ങൾ പോകരുത്. ഇപ്രകാരമുള്ളവരെ നിങ്ങൾ മാറ്റി നിർത്തണം. അവർ പ്രചരിപ്പിക്കുന്നത് നുണകളാണ്, കള്ളസത്യങ്ങളാണ്, അത് സത്യങ്ങളല്ല. അതുകൊണ്ട് അമ്മ പറയുക, സഭയെ നിങ്ങൾ സ്നേഹിക്കണം, സഭയെ നിങ്ങൾ അനുസരിക്കണം, സഭയോട് വിധേയത്വത്തോടു കൂടി നിങ്ങൾ അനുവർത്തിക്കണം. ഇത് സ്വർഗത്തിൻ്റെ സന്ദേശമാണ്. സഭയെ ധിക്കരിക്കുകയും സഭയെ തള്ളിപ്പറയുകയും ചെയ്യണമെന്ന് സാത്താൻ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് വിഷവിത്ത് വിതയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ അമ്മ പറയുകയാണ്, നിങ്ങൾ സഭയെ സ്നേഹിക്കണം, സഭാ സംവിധാനങ്ങളെ അനുസരിക്കണം, സഭയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കണം. അവിടെയാണ് ദൈവിക ഇടപെടലുകൾ സംഭവിക്കുക. എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ സഭയിൽ തന്നെ അത് തിരുത്തുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് കണ്ടില്ല എന്ന് നടിക്കേണ്ട കാര്യമില്ല. വേണ്ടപ്പെട്ടിടത്ത് റിപ്പോർട്ട് ചെയ്യുക, അതിനുള്ള പരിഹാരം തേടുക. തീർച്ചയായും സഭയിൽ നല്ല അച്ചടക്ക നടപടികൾ സഭയിൽ എടുക്കാനുള്ള സംവിധാനങ്ങൾ സഭയ്ക്കുണ്ട്. കാനൻ ലോ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് സഭയെ വികലമായി, സഭയുടെ ബോധ്യങ്ങളെയൊക്കെ തെറ്റായി ഈ ലോകത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഭാവിരോധം എന്നുള്ള ഈ സാത്താൻ്റെ വിഷവിത്ത് നമ്മളിലേക്ക് കടന്നു വരാതിരിക്കുവാനായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും നമ്മൾ പ്രത്യേകം അതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൻ്റെ 13 അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്, അധികാരത്തോട് വിധേയത്വത്തോടു കൂടി പെരുമാറുക, അധികാരികളെ അനുസരിക്കുക. അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനങ്ങളെയാണ് ധിക്കരിക്കുന്നതെന്നും ഇപ്രകാരം ധിക്കരിക്കുന്നവർ ശിക്ഷാവിധിക്ക് അർഹരാകുമെന്നും റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൻ്റെ 13 അധ്യായത്തിൻ്റെ 2 തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എഴുതി വച്ചിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. സഹോദരൻ, ഇത് വലിയൊരു താക്കീതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും. അതുകൊണ്ട് സഭയുടെ അധികാരം ഒന്ന്, കുടുംബത്തിലെ അധികാരം മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തെ അധികാരികൾ മറ്റൊരു തലം,
ഇപ്രകാരം വിവിധ രീതിയിലുള്ള അധികാരങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനങ്ങളെയാണ് ധിക്കരിക്കുന്നത്. അധികാരത്തെ ധിക്കരിക്കുമ്പോൾ, ദൈവിക സംവിധാനങ്ങളെ ധിക്കരിക്കുമ്പോൾ നീ ശിക്ഷാവിധിക്ക് അർഹയാകുമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരെയും കുറ്റം പറഞ്ഞ്, എല്ലാവരെയും പഴി ചാർത്തി, എല്ലാവരെയും ഇകഴ്ത്തിക്കാട്ടി, മറ്റുള്ളവരുടെ മേൽ മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണോ? ഏതെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ നാൽക്കവലകളിൽ നിന്ന് സഭയ്ക്കെതിരെ കുറ്റം പറഞ്ഞ് അയാളെയും കുറ്റപ്പെടുത്തി ഇയാളെയും കുറ്റപ്പെടുത്തി സഭയെ വിചിത്രമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ വികലമാക്കി കാണിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് സഭയെ കുത്തിക്കീറി പല രീതിയിലും സഭയെ സ്നേഹിക്കുന്ന മക്കളെ സഭയിൽ നിന്ന് അകറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച് സന്തോഷിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണോ നീ? കർത്താവ് പറയുകയാണ്, നീ ശിക്ഷാവിധിക്ക് അർഹനാകും. അതിനൊരു മാറ്റമൊന്നുമില്ല. സഭയുടെ സത്യസന്ധമായ മുഖത്തെ പൊള്ളയായി കാണിക്കുന്ന, വികലമായി കാണിക്കുന്ന, അതിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ തീർച്ചയായും വചനാടിസ്ഥാനത്തിൽ നീ ശിക്ഷാവിധിക്ക് അർഹനാകും. അതുകൊണ്ടാണ് പരിശുദ്ധ പറയുന്നത്, ആവശ്യമില്ലാതെ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ പോയി ചെന്ന് ചാടരുത്. നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നീ അത് ഏറ്റവും വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ പരിശ്രമിക്കുക. മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ചെയ്യുവാൻ നീ വിട്ടുകൊടുക്കുക. നീ ചിന്തിക്കുന്നത് പോലെ അല്ല ഒരുപക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ, നീ ചിന്തിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല അവർ ചെയ്യുന്നതിൻ്റെ റിസൾട്ട്. അതുകൊണ്ട് ഒന്നും അറിയാതെയായിരിക്കാം നീ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതും പല രീതിയിൽ സഭയെ മറ്റുള്ളവരുടെ മുൻപിൽ താറടിച്ചു കാണിക്കുന്നതും. അതുകൊണ്ട് നിനക്കെല്ലാ ലോകത്തിലെല്ലാം അറിവുണ്ടെന്ന് അടിക്കരുത്. പരിശുദ്ധ പ്രത്യേകം പറഞ്ഞു തരികയാണ്, നമ്മൾ സഭയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. ലോകത്തിലെ എല്ലാ അറിവും എനിക്കുണ്ട്, ഞാൻ പറയുന്നതാണ് സത്യം, സഭയിലെല്ലാം തെറ്റാണ് എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഇരുമ്പാണിയിൽ നീ തൊഴിച്ചു മുന്നോട്ട് പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് അപകടകരമാണ് എന്നുള്ള പരിശുദ്ധ അമ്മയുടെ സന്ദേശം നമുക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി ഹൃദയത്തിൽ ഏറ്റെടുക്കാം. ആ ഒരു വിധേയത്വത്തോടു കൂടി റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന പോലെ അധികാരത്തോട് വിധേയത്വത്തോടുകൂടി ജീവിക്കുവാൻ. അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനങ്ങളെയാണ് ധിക്കരിക്കുന്നത് എന്നുള്ള ആ ബോധ്യത്തിൽ ആഴപ്പെട്ടുകൊണ്ട് അനുസരണത്തിൽ ജീവിക്കുവാൻ, അനുസരിക്കുന്നിടത്ത് അനുഗ്രഹമുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ പോളിസീസ് അല്പം വ്യത്യസ്തമാണ്. ഈ ലോകത്തിൻ്റെ പോളിസി പോലെ അല്ല സ്വർഗത്തിൻ്റെ പോളിസി. അതുകൊണ്ട് എവിടെ നമ്മൾ താഴ്ന്നു കൊടുക്കുന്നോ അവിടെയാണ് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പ്രഭാഷക പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുലിഖിതത്തിൽ കർത്താവ് ഇപ്രകാരം പഠിപ്പിക്കുന്നത്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതയാവുക, അപ്പോൾ നീ കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രമാകും. നീ ഉന്നതങ്ങളിൽ ഇരുന്നു കൊണ്ട് കൽപ്പിക്കേണ്ട വ്യക്തിയല്ല. നിന്നെ ദൈവം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നീ ആത്മാവിൽ എത്രമാത്രം എളിമപ്പെടുന്നുവോ, എത്രമാത്രം നീ താഴ്ന്നു കൊടുക്കുന്നുവോ, എത്രമാത്രം ഒരു ദാസനായി നീ മാറുന്നുവോ, അപ്പോൾ നീ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുമെന്നാണ് പരിശുദ്ധാത്മാവ് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദൈവത്തിൽ ഏറ്റവും എളിമയോടുകൂടി, വിധേയത്വത്തോടുകൂടി, അനുസരണത്തോടുകൂടി സമർപ്പിച്ചുകൊണ്ട് ദൈവിക സംവിധാനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ നാവിനെ ദുരുപയോഗിച്ച് അവിടെയും ഇവിടെയുമൊക്കെ ഒരു പേര് കിട്ടുവാനായി, പെരുമ കിട്ടുവാനായി, ഞെളിഞ്ഞു നിൽക്കുവാനായി, മറ്റുള്ളവർ നീ ചെയ്ത് വലിയ കാര്യമാണെന്ന് എന്ന രീതിയിൽ കൈയടിക്കുന്നതിന് വേണ്ടിയൊക്കെ പലതും പ്രവർത്തിക്കുമ്പോൾ അതോടെ തീർന്നു നമ്മുടെ പ്രതിഫലമെന്നും തിരിച്ചറിയണം. അതോടെ തീർന്നു, മറ്റുള്ളവർ കൈയടിക്കുന്നതോടുകൂടി തീർന്നു. സ്വർഗത്തിൽ പിന്നെ വലിയ പ്രതിഫലത്തിനൊന്നും വകയുണ്ടാകുകയില്ല എന്നും നമ്മൾ തിരിച്ചറിയുകയാണ്. നിങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ, സഭാ സംവിധാനങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് അനുസരണത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കണം, ഇതെൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ അനുസരണക്കേട് മൂലം ഞാൻ പരിശുദ്ധ അമ്മയെ വേദനിപ്പിക്കുന്നുണ്ടോ, ഈശോയെ വേദനിപ്പിക്കുന്നുണ്ടോ, അനുസരണക്കേടിൻ്റെ ഏതെങ്കിലും ദുരാത്മാവ് ഇന്ന് എന്നെ നയിക്കുന്നുണ്ടോ, ധിക്കാരത്തിൻ്റെയും
അഹങ്കാരത്തിൻ്റെയും ഏതെങ്കിലും ദുരാത്മാക്കൾ എന്നെ ഇന്ന് കീഴ്പ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ഏറ്റവും വിധേയത്വത്തോടുകൂടി അനുസരണത്തോടുകൂടി ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇനി സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ അടുത്തായി കൂട്ടിച്ചേർക്കുന്നത് ഇപ്രകാരമാണ്: വികലമാക്കപ്പെടുന്ന കുരിശടയാളങ്ങൾ കണ്ട് ഈശോയും ഞാനും ഒരുപാട് വേദനിക്കുന്നു. 1-2 വേദനകളെ കുറിച്ചാണ് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുന്നത്. വികലമാക്കപ്പെടുന്ന കുരിശടയാളങ്ങൾ കണ്ട് ഞാനും ഈശോയും വേദനിക്കുന്നു. എന്താണ് ഈ വികലമാക്കപ്പെടുന്ന കുരിശടയാളങ്ങൾ? ആരാണ് ഈ വികലമാക്കപ്പെടുന്ന കുരിശടയാളങ്ങൾ? പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്, ഞാനും നിങ്ങളുമാണ് വികലമാക്കപ്പെടുന്ന കുരിശടയാളങ്ങൾ. ദൈവത്തിൻ്റെ കുരിശോട് ചേർന്ന് നിന്നുകൊണ്ട്, കർത്താവിൻ്റെ കുരിശിനെ ആശ്ലേഷിച്ചുകൊണ്ട് അനുദിന കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുവാൻ ആവശ്യപ്പെട്ട കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളങ്ങൾ ഞാനും നിങ്ങളുമാണ് എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരുമ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുകയാണ്. എപ്രകാരമാണ് ഞാൻ പരിശുദ്ധ കുരിശിൻ്റെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളമായി മാറുവാൻ ഈ ലോകത്ത് പരിശ്രമിക്കുന്നത്? ഈശോ കുരിശിൽ എനിക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് കുരിശ് മരണം വരിച്ച് എന്നെ രക്ഷിച്ച് കർത്താവ് എന്നെ കുരിശിൻ്റെ അടയാളമാക്കി മാറ്റിയിരിക്കുകയാണ്. സാത്താനെതിരെയുള്ള കർത്താവിൻ്റെ വിജയത്തിൻ്റെ അടയാളം, എളിമയുടെ അടയാളം, ഒരു ദാസന്റെ രൂപം സ്വീകരിക്കുവാനുള്ള അടയാളം, താഴ്മയുടെ അടയാളം, പ്രിയമുള്ള സഹോദരങ്ങളെ, ക്ഷമയുടെ അടയാളമാണ് കുരിശിൽ നാം കാണുന്നത്. എല്ലാത്തിനും ഉപരിയായി ശത്രുക്കളെ സ്നേഹിക്കുന്ന അടയാളമാണ് കുരിശിൽ നാം കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ പറയുക, വികലമാക്കപ്പെടുന്ന കുരിശിൻ്റെ അടയാളങ്ങളായി ഞാനും നിങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. വികലമാക്കപ്പെടുന്ന കുരിശിൻ്റെ അടയാളമായി ഞാനും നിങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്തിനു വേണ്ടിയാണോ എന്നെ കുരിശിൻ്റെ അടയാളമാക്കി മാറ്റിയത്, ആ കർത്താവിൻ്റെ ഉദ്ദേശം നിറവേറാതെ പരാജയപ്പെട്ടു പോവുകയാണ്. അവൻ പറയുകയാണ്, കുരിശിൻ്റെ അടയാളമായി ദൈവം എന്താണ് കുരിശിൽ കാണിച്ചു തന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട്, കുരിശ് മരണത്തിലൂടെ എന്നെ രക്ഷിച്ച തമ്പുരാനെ അനുദിന ജീവിതത്തിൽ സ്നേഹിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുക. അത് ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഇല്ലാതാകുമ്പോൾ കുരിശിൻ്റെ അടയാളമായി ഞാൻ വികലമായ കുരിശടയാളങ്ങളായി മാറുകയാണ്. വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്. മത്തായി 5:16, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മനുഷ്യർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മനുഷ്യർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ സൽപ്രവർത്തികൾ അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ലോകത്തിന് മുൻപിൽ സൽപ്രവർത്തികളിലൂടെ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തി യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളങ്ങളായി മാറുവാനുള്ള വിളിയാണ് എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഉറച്ച ബോധ്യമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശം നമുക്ക് നൽകുന്നത്. ഈ